കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം ചിന്തിക്കുവാനും ദൈവം തന്നിരിക്കുന്നതായ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നിങ്ങൾ കാണിച്ചതായ നല്ല സഹകരണത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നാം പലരും പലപ്പോഴും ചിന്തിക്കുന്നതായ ഒരു പ്രത്യേക കാര്യമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിന് നാം ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. സർവവല്ലഭനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഒരുത്തൻ്റെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്ന് തിരുവചനം പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയോട് യാചിക്കുന്നു. അങ്ങ് ജ്ഞാനത്തിൽ വളർന്ന ദൈവമാണ്. ദൈവമേ, ആ ജ്ഞാനമടിയനും പകർന്നു തരണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ടും വിധത്തിൽ പഠിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണമേ. യേശുനാമത്തിൻ്റെ പിതാവേ, ആമേൻ. ഈ ഭാഗത്തിൽ ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിച്ചതായ പെൺകുട്ടിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്കൂളിൽ നിന്നും ആ കുട്ടിയെ പഠിപ്പിക്കണമെന്നുള്ള അധ്യാപകരുടേതായ റെക്കമെൻഡേഷനാണ് അവളെ MBBS പഠിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഏജൻറ്റുമാരും പറഞ്ഞു ലോൺ എടുത്ത് കൊടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പഠിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കൾ കഴിവില്ലാത്തവരാണെങ്കിലും പിതാവ് ഒരു കൂലിവേലക്കാരനാണ്, അങ്ങനെ വസ്തുക്കളോ സ്വത്തുക്കളോ പറയത്തക്ക നിലയിലില്ല. പക്ഷേ ബാങ്കുകാർ ലോൺ കൊടുക്കാൻ തയ്യാറായില്ല. ഏജൻറ്റന്മാർ അഡ്മിഷൻ കൊടുത്ത ഒരു 60,000 രൂപ കൊടുത്തതോടുകൂടെ അവർ മുങ്ങുകയും ചെയ്തു. ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഈ ഏജൻറ്റന്മാർ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ അവർ മുങ്ങുന്നതായ ഒരവസ്ഥയുണ്ട്. പ്രിയ ദൈവമക്കളെ, അവരെ രക്ഷയിലേക്ക് വന്നു. ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരും അവരെ ഒന്ന് സഹായിച്ചെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദരിദ്രരെ നമ്മൾ സഹായിക്കേണ്ടത് ഒരാവശ്യവുമാണ്. ആ വിഷയത്തെ നിങ്ങളുടെ ഓർമ്മയ്ക്കായി ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നതായ ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നതായ ഒരു സംഭവമാണ്. ഏദേൻ തോട്ടത്തിൽ ആദാമും ഹവ്വയുമാണോ പാപം ചെയ്തത്? ആദാമാണോ ആദ്യം പാപം ചെയ്തത്? ഹവ്വയാണോ പാപം ചെയ്തത്? ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരാണ് പാപം ചെയ്തത്? മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ആരാണ് പാപം ചെയ്തത്? ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏദേനിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അവിടെ പാർപ്പിക്കുമ്പോൾ അവനോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, തോട്ടം സംരക്ഷിക്കണം, സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, അവിടെ വേല ചെയ്യണം. അപ്പോൾ വേല ചെയ്ത് പാർത്തുകൊണ്ട് നീ അവിടെ താമസിച്ച്
തോട്ടത്തേക്കാക്കുകയും വേല ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അവരങ്ങനെ ചെയ്തു വരവേ ആയിരിക്കണം പാമ്പ് എന്ന് പറയുന്ന കൗശലക്കാരൻ, വഞ്ചകൻ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വഞ്ചകനായ സാത്താൻ ഹൗവയെ ഉപായ രൂപണത്തിൽ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വഞ്ചകൻ എങ്ങനെയാണ് അകത്ത് കയറിയത് ഏതേൻ തോട്ടത്തിൽ എന്ന് പ്രത്യേകമായി പറയുന്നില്ല. പാമ്പ് കൗശലക്കാരനായിരുന്നു എന്നും അകത്ത് പാമ്പ് കയറിയെന്നും വേദപുസ്തകത്തിൽ പറയുന്നു. എന്നാൽ മറ്റു ചില ലിഖിതങ്ങളിൽ പാമ്പുമായിട്ട് പിശാച് സഖ്യത ചെയ്തു എന്നും ജീവിതകാലം മുഴുവനും പാമ്പിനെ ചുമന്നുകൊണ്ട് നടന്നാൽ ഞാൻ നിന്നെ അകത്ത് കൊണ്ടുവിടാമെന്ന് പാമ്പ് പറയുകയും അങ്ങനെ അകത്ത് കടന്നു എന്നുമൊക്കെയുള്ള ചില അവ്യൂഹങ്ങൾ പഠിക്കാറുണ്ട്. ഏതായാലും പാമ്പ് അകത്ത് കടന്നു. അങ്ങനെ തവട്ടത്തിലൊക്കെ ചുറ്റി നടക്കുമ്പോൾ ഹവ്വയെ ആകർഷിച്ചതായ, ഇന്നും അന്നും ആകർഷിക്കുന്നതായ ഒരു കാര്യമായിരുന്നു കാൺമാൻ ഭംഗിയുള്ളതായിരുന്നു, തിന്മാൻ കാമ്യമെന്നവൾ കണ്ടു, ജ്ഞാനം പ്രാപിക്കുവാനും കാമ്യമെന്ന് കണ്ടു. അപ്പോൾ അത് വളരെ മനോഹരമെന്ന് ആ പഴത്തെക്കുറിച്ച് അവൾക്ക് ചിന്തയുണ്ടായി. ഇതിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്ന 1 യോഹന്നാൻ 2:16 ജഡമോഹം, കന്മോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മൂന്നും ഹവ്വയെ വശീകരിച്ചിരിക്കാം. ഈ 3 കാര്യവും ആ പഴത്തിൽ കണ്ടതായിട്ട് അവർ പറയുന്നു. ചിലർ പറയുന്നത് പോലെ നമ്മൾ പറയുന്ന ആപ്പിൾ പഴമോ അല്ലെങ്കിൽ മനോഹരമായ മറ്റേതെങ്കിലും പഴമോ ആയിരുന്നില്ല, അത് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നു. ഏതായാലും അത് കാണാൻ ഭംഗിയുള്ളതായിരുന്നു, തിന്മാൻ കൊള്ളാമെന്ന് തോന്നി, ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു. അവൾക്കങ്ങനെ തോന്നി. പിന്നെ സാത്താൻ 2 കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾ ഈ പഴം തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടാകും, നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാനുള്ളതായ പ്രാപ്തി നിങ്ങൾക്കുണ്ടാകും, പിന്നെ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഈ 2 കാര്യം പിശാച് ആദാമിനെ ഹവ്വയെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ദൈവം പറഞ്ഞത് ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. സാത്താൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ മരിക്കയില്ല, നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞതിനേക്കാൾ സാത്താൻ പറഞ്ഞത് നല്ലത് എന്ന് അവർക്ക് തോന്നിയിരിക്കാം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കുവാനും അത് ചെയ്യുവാനും ഉള്ള വൈമനസ്യം അവർക്ക് മനസ്സിലുണ്ടായിരിക്കാം. അവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഹവ്വ ആ പഴം പറിച്ച് തിന്നു, അത് ആദാമിനും കൊടുത്തു എന്നാണ്.
അത് മലയാളത്തിൽ അത്രയും വ്യക്തമല്ലെങ്കിലും മറ്റ് ഭാഷകളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിന് കാരണം ആദാം സ്ഥലത്തില്ലാതിരുന്നപ്പോഴാണ് ഹവ്വ പറിച്ച് തിന്നത് എന്നുള്ളതായ അഭ്യൂഹങ്ങളും പഠിപ്പിക്കലുകളും പ്രസംഗങ്ങളും ഒക്കെ പൊടിപിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദാം ഹവ്വയെ വിട്ടു പിരിഞ്ഞിട്ടില്ല. ആദാം ഹവ്വയോടുകൂടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ ഞാനത് പറഞ്ഞു തരാം. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഷീ ടുക്ക് സം ആൻഡ് എറ്റ് ഷീ ആൾസോ ഗേവ് ഹെർ ഹസ്ബൻഡ് ഹൂ വാസ് വിത്ത് ഹെർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, അതിൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പോൾ അവൾ ഹവ്വയോട് കൂടെ ഇരിക്കുകയായിരുന്ന ആദാമിന്, അല്ലെങ്കിൽ ആദാമിനോട് കൂടെ ഇരിക്കുകയായിരുന്ന ഹവ്വയ്ക്ക് ഈ പഴം പറിച്ച് ആദാമിന് അവൾ തിന്നു, കുറച്ച് അവൾക്കും അവനും കൊടുത്തു. അപ്പോൾ അവൾ കുറച്ച് തിന്നു, പിന്നെ ഭർത്താവായ ആദാമിനും കൊടുത്തു എന്നാണ് നാം കാണുന്നത്. അപ്പോൾ ഈ പ്രസംഗത്തേക്കാൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം വചനം വായിച്ച് ഗ്രഹിക്കുവാൻ തയ്യാറാകണം. എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട്, പ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗത്തും പറയാറുണ്ട്, ബൈബിൾ വായിച്ച് അതിനെ ഗ്രഹിക്കുവാനായിട്ട് ശ്രമിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ വായിച്ച് ഗ്രഹിക്കുന്നവൻ ഭാഗ്യവാനാണ്. അത് ഗ്രഹിക്കാതെ പോകരുത്. ഈ ബൈബിൾ വായിച്ച് കളയാനുള്ള ഒരു ഗ്രന്ഥമല്ല പേപ്പർ വായിക്കുന്നത് പോലെ. ഇതിനെ ഗ്രഹിക്കണം. ദൈവമേ, ഇതിനെ എന്നെ ഗ്രഹിപ്പിക്കണമേ, നിൻ്റെ വചനത്തെ എനിക്ക് പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ പഠിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആദാമും ഹവ്വയും ഒരിടത്തിരിക്കുകയായിരുന്നു. ഹവ്വ കൈനീട്ടി പഴം പറിച്ചു, അവൾ തിന്നു. അപ്പോഴൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ബൈബിൾ വായിച്ചു നോക്കൂ. അത് ആദാം തിന്നപ്പോഴാണ് രണ്ടുപേരുടെയും കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഹവ്വ അത് ഭക്ഷിച്ചപ്പോൾ കണ്ണ് തുറന്നില്ല, നഗ്നത തിരിച്ചറിഞ്ഞില്ല. അവർ പഴയതുപോലെ തന്നെ ഇരുന്നു. പിന്നെ ആദാം ആ പഴം തിന്നപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറന്നതും അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നത്. ഇവിടെ ദൈവം പറഞ്ഞ കാര്യം ഫലിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ, ഒരു ആത്മീയ അർത്ഥം കൂടെ അതിൽ ചിന്തിച്ചാൽ, മനുഷ്യൻ്റെ 1000 വർഷമാണ് ദൈവത്തിൻ്റെ ഒരു ദിവസമായി കണക്കാക്കുന്നത് 2 പത്രോസിൻ്റെ ലേഖനത്തിൽ. അപ്പോൾ ഒരു മനുഷ്യനും 1000 വർഷം തികച്ച് ജീവിച്ചിരുന്നില്ല. അതിനു മുമ്പേ അവർ ഭൗതികമായും മരിക്കുവാനിടയായിത്തീർന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ആദാം പോലും 930 വർഷമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അന്ന് തന്നെ അവർ മരിക്കുവാനിടയായിത്തീർന്നു. പഴം തിന്ന ദിവസം ദൈവത്തിൻ്റെ കണക്കനുസരിച്ച് അവർ മരിക്കുവാനിടയായിത്തീർന്നു. ഇനി ഒരു സത്യം, സർപ്പം പറഞ്ഞത് ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്നാണ്. ഇത് ഒരു കള്ളമായതാണെന്ന് നമുക്കറിയാം. ഇവർ ഇപ്പോൾ തന്നെ ദൈവത്തെ പോലെയാണ് ആയിരിക്കുന്നത്. ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ രൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്.
ആ സത്യം അവർ മറന്നു കളഞ്ഞു. സാത്താൻ പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ്. അപ്പോൾ മനുഷ്യൻ വിചാരിച്ചത് ഞങ്ങളിപ്പോൾ വേറെ ഏതോ രൂപത്തിലാണ് ഇരിക്കുന്നത്. അവരെ തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് അവരുടേതായ ഒരു പാളിച്ചയായിരുന്നു. ഇപ്പോഴും നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് ഒരു വലിയ പാളിച്ചയാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിവിശുദ്ധരൊന്നുമല്ല. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ താഴുവാൻ മനസ്സുള്ളവരായിരിക്കണം എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി മറ്റൊന്ന്, ആദാമും ഹവ്വയും ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്തെ പോലെ ഇരുന്നവരാണ്. ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മളെപ്പോലെ വ്യത്യാസമുള്ളവരായിത്തീരുന്നത്. നമ്മുടെ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് പോലും ഒരാൾ മറ്റൊരാൾക്ക് തുല്യരാകുന്നില്ല. ഇത്രയോ കോടി 700-800 കോടി ജനങ്ങളുള്ളപ്പോഴും അത് നമ്മൾ ആരും ഒരുപോലെ ഇരിക്കുന്നില്ല. അതൊരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യമാണ്. ഇവിടെ നിരീശ്വരന്മാർ പറയും പോലെ ഒന്നും അല്ല കാര്യം. വാസ്തവത്തിൽ പ്രിയ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, നിരീശ്വരന്മാർക്ക് ഏതെങ്കിലും പറഞ്ഞ കാര്യം അടയ്ക്കുവാനേ കഴിയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഒരാൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കും കഴിയും. അവരിപ്പോഴും ദൈവത്തെ പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ സാത്താൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഇനി ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞ് ഒരു കള്ളവും പറഞ്ഞു കൊടുത്തു. അപ്പം ഹവ്വ പഴം പറിച്ച് തിന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ആദാം പഴം തിന്നപ്പോഴാണ് രണ്ടുപേരുടെയും കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന് സൂക്ഷ്മമായി വായിച്ചാൽ നമ്മൾ മനസ്സിലാകും. ഏദെൻ തോട്ടത്തിൽ പിന്നെ അവർ നഗ്നരാകൊണ്ട് ഒളിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവർക്ക് നാണം തോന്നിയെന്നാണ്. അപ്പോൾ അതുവരെയും പാപം ചെയ്യുന്നതുവരെയും അവർക്ക് അങ്ങനെ തോന്നാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു മൂടുപടം അവർക്കുണ്ടായിരുന്നു. ആത്മീക മൂടുപടം അവർക്കുണ്ടായിരുന്നു. അവർ സന്തോഷമായി ജീവിക്കുന്നവരായിരുന്നു. ഈ സാത്താൻ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ അവർക്ക് രൂപത്തിനും ഭാവത്തിനും എല്ലാം വ്യത്യാസമുണ്ടായി. അവർ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി. അതുവരെ ദൈവത്തെ പോലെ ആയിരുന്നവർ സാത്താന്യ വാക്ക് കേട്ടപ്പോൾ അവർ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീരുകയാണ് ചെയ്തത്. ദൈവമക്കളെ, ഈ പഴയ പാമ്പായ സാത്താനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നു. അവൻ കള്ളനും കള്ളൻ്റെ അപ്പനും എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ സാത്താന്യ ആലോചനയ്ക്ക് നിങ്ങളാരും ചെവി കൊടുക്കരുത്. നിരീശ്വരൻ, അവൻ ദൈവമില്ലെന്ന് പറയുന്നവൻ മൂഢനാണ്, മടയനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നമ്മളാരും ആയിപ്പോകുവാൻ ഇടവരരുത് എന്ന് ഞാൻ നിങ്ങളോട് ആലോചന പറയുന്നു. ഇനി തോട്ടത്തിൽ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടു. വൈകുന്നേരത്ത് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ രണ്ടുപേരും കൂടെ ഒളിച്ചു. ഒളിക്കുന്നതിന് കാരണം അവർ പറഞ്ഞത് ഞങ്ങൾ ഭയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇന്നലെ വരെ ദൈവത്തിൻ്റെ വരവ് കാത്തുകൊണ്ട് ദൈവത്തിൻ്റെ വരവ് സന്തോഷമായി സ്വീകരിച്ചിരുന്ന ആദാമും ഹവ്വയ്ക്കും ഭയമുണ്ടായത് അവർ പാപം ചെയ്തപ്പോഴാണ്, അനുസരണക്കേട് കാണിച്ചപ്പോഴാണ്
എന്ന സത്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ വസ്ത്രമില്ലാത്തവർ. ഒരു പ്രവാചകനോ വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യം നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മളോട് പറയും, നീ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും പറയാതെ തന്നെ ആദാം പറഞ്ഞു, ഞങ്ങൾ നഗ്നരാണ് എന്ന്. നിന്നെ നഗ്നരാണെന്ന് ആര് പറഞ്ഞു എന്ന് കർത്താവ് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് വന്ന് അവരോട് ചോദിച്ചില്ല, അയ്യോ നിങ്ങൾ നഗ്നരായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചില്ല. അല്ലാതെ തന്നെ അവർക്ക് പറയുവാനുള്ളതായ മനസ്സാക്ഷി കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഓരോരുത്തർക്കും ആ അറിവുണ്ട്. മദ്യപിക്കാൻ പാടില്ല, വ്യഭിചാരം ചെയ്യുവാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കള്ളസാക്ഷ്യം പറയാൻ പാടില്ല എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കെ തന്നെ നമ്മൾ അത് ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആദാമിനോട് ദൈവം ചോദിച്ചു, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ പഴം നീ തിന്നുവോ? ഉടനെ ആദാം പറഞ്ഞത്, ഞാൻ തിന്നു എന്നോ തിന്നില്ലെന്നോ അല്ല, എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ എനിക്ക് പഴം പറിച്ചു തന്നു, ഞാൻ തിന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഔവ്വ പറയും പോലെ കേൾക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ദൈവം പറയും പോലെ കേൾക്കുന്നതിന് വേണ്ടിയാണ് ആദാമിനെയും ഹവ്വയൊക്കെ സൃഷ്ടിച്ചത്. പക്ഷേ ഇവിടെ ആദാം പറയുന്ന വിചിത്രമായ ഒരു കാര്യം, ഔവ്വ എനിക്ക് തന്നു, ഞാൻ തിന്നുപോയി അല്ലെങ്കിൽ തിന്നു. ഇനി ഹവ്വയെ വിളിച്ച് ദൈവം ചോദിച്ചു, നീ എന്തിനങ്ങനെ ചെയ്തു? ഹവ്വയ്ക്ക് പറയാനുള്ളത് പാമ്പിനെയാണ്. എന്നെ പാമ്പ് വഞ്ചിച്ചു, അതുകൊണ്ട് ഞാൻ തിന്നുപോയി എന്നാണ് ഹവ്വ പറഞ്ഞത്. പരസ്പരം കുറ്റം പറയുന്നത് ഏദേനിൽ ആരംഭിച്ചു. ഇന്നും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആരും ഞാനാണതിന് കാരണക്കാരൻ എന്ന് ഒരിക്കലും പറയാറില്ല. അത് മറ്റുള്ളവരാണ് ചെയ്തത്, ഇന്നവരാണ് ചെയ്തത്, ഇന്നവർ ചെയ്തു, ഇന്നവർ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പ്രകൃതം ഏദേൻ തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. അപ്പോൾ ഭയം ഉണ്ടായത് ഏദേൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിടത്തോളം കാലം അവർക്ക് ഭയപ്പാടില്ലായിരുന്നു. പിന്നെ ഭയം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഇപ്പോൾ ഞാൻ പറയുന്നതായ ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷമേ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയാണ്. അത് ദൈവവചനത്തിലൂടെ പരിശോധിക്കണം. ഈ പാസ് പറയുന്നത് ശരിയാണോ അതോ മറ്റൊരാൾ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കുകയും ദൈവവചനത്തിലൂടെ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ചർച്ചിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ വന്നു നിന്ന് ഒരു പ്രശംസ, ആണുങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഏതെങ്കിലും പാസ്റ്റർമാർ ഹവ്വയാണ് പാപം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം
അത് വിശ്വസിക്കാൻ കഴിയില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ആദാം പഴം തിന്നപ്പോഴാണ് കണ്ണ് തുറന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവം ഹവ്വയോട് വിളിച്ച് ചോദിച്ചില്ല, നിനക്ക് നീ പഴം തിന്നുവോ എന്ന്. ആദാമിനോട് ദൈവം ചോദിച്ചു, ആദാമേ, നിനക്ക് പേടിക്കാൻ കാരണം ഞാൻ തിന്നതെന്ന് പറഞ്ഞ പഴം നീ തിന്നുവോ? അതേ ദൈവമക്കളെ, പലപ്പോഴും സഹോദരിമാർ ചെയ്യുന്ന തെറ്റുകൾ ദൈവം കൂടുതലായി കണക്കാക്കുന്നില്ല. സഹോദരന്മാർ ചെയ്യുന്ന തെറ്റുകളെ ദൈവം കൂടുതലായി വിലക്കെടുക്കുന്നു. ഒരു വീട്ടിൽ സഹോദരന് രോഗം, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ സഹോദരിമാരുടേതായ തെറ്റുകൾ നിശ്ചയമായും ഉണ്ടാകാം. എന്നാൽ സഹോദരിമാർക്ക് വരുന്നതായ കാര്യങ്ങൾ അത് സഹോദരന്മാർ നിമിത്തമാണെന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ദൈവം അത് അവരോട് ചോദിക്കുന്നില്ല, അത് പുരുഷന്മാരോട് തന്നെ ചോദിക്കുന്നു. അപ്പോൾ പുരുഷൻ തെറ്റ് ചെയ്താലും സ്ത്രീ തെറ്റ് ചെയ്താലും ദൈവം ചോദിക്കുന്നത് പുരുഷന്മാരോടുകൂടെയാണ്. ദൈവത്തിന് കാര്യമുള്ളത് അവരോടുകൂടെയാണ് എന്ന് ഞാൻ ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിലിരുന്ന് ഭാര്യ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ഭർത്താവിനും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് സഹോദരിമാരെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഓർപ്പിക്കുന്ന കാര്യമാണ്, ഒരു മനുഷ്യൻ പാപം തെറ്റ് ചെയ്യുമ്പോൾ അവനെ ആരും വന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് അവൻ്റെ മനസ്സാക്ഷി തന്നെ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനസ്സാക്ഷി അവനെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പോൾ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ആദാമിനെക്കുറിച്ചും ഹവ്വയെക്കുറിച്ചും ആദാമിൻ്റെ മകൻ കായീൻ എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്, ആദാമിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം അവസരം തരുമാറാകട്ടെ. ഈ ഭാഗങ്ങൾ നിശ്ചയമായും പീസ് ഓൺ എർത്ത് എന്നതായ ഹെഡിങ്ങിലുള്ളതായ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെയും കൂടെ അറിയിക്കുക. എല്ലാ ആളുകളും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുവാൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ഷാ ജലഹദലറിക്കോ മൈ ഫാദർ. പരിശുദ്ധനും നിത്യനും നീതിമാനുമായുള്ളവയെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മേൽ ദൈവകൃപ വരണമേ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുവിനെന്ന് പറഞ്ഞ വചനം ഈ കേൾക്കുന്ന ഗ്രഹിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം പകരണമേ. ദൈവമേ, ആരും നരകത്തിനു ഓഹരിക്കാരായി തീരാതെ ദൈവമേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശികളായി തീരുവാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സാന്നിധ്യം ഓരോരുത്തരുടെ മേലും പകരുമാറാകണമേ. യേശു ഉപനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ഡെലിഫിയ എന്നാണ്. ഞാൻ പാറശാല കുടവാളഹത്ത് താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഭർത്താവ് കൂലിപ്പണിയാണ് ചെയ്യുന്നത്. 2 മക്കളുണ്ട്. മോളാണെങ്കിൽ
പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് പെസിഫിക് സ്റ്റേറ്റ് മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ റഷ്യയിൽ പോയി. അവൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ അവൾക്ക് മെഡിസിൻ പഠിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പ്ലസ് ടുവിന് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവൾ അവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് ടീച്ചർ എന്തോ പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ മെഡിസിൻ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്ന് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി പോയിട്ട് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഫോൺ വിളിച്ച് ചോദിക്കുകയുണ്ടായി. നമുക്ക് അങ്ങനെ പഠിപ്പിക്കാനുള്ള യാതൊരു സാഹചര്യമില്ല. ഭർത്താവ് കൂലിപ്പണി ആയതുകൊണ്ടും വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു സാഹചര്യം ഇല്ലായിരുന്നു. അവർ നിർബന്ധിച്ച് സ്റ്റഡി എയ്ഡിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ ആ പ്രോത്സാഹനത്തിൻ്റെ ഇതിൽ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്തു. അവൾ പഠിക്കാൻ പോയതിന് ശേഷം ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വളരെ കഷ്ടപ്പെട്ടു. എനിക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. അവരുടെയും കടം വാങ്ങിച്ചവർക്കെല്ലാം വസ്തു വിറ്റ് 60,000 രൂപയ്ക്ക് ആദ്യം കൊടുത്തു. അവിടെ നിന്ന് ആദ്യം ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ തിരിച്ചയക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അവൾ വളരെ ദുഃഖത്തോടെ അവിടെ നിന്ന് കരയുകയും ഒക്കെ ചെയ്തു. എന്നാൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞവർ ഒടുക്കം പറ്റിച്ച് അവർക്ക് അവിടുത്തെ സ്റ്റഡി വേഡിലുള്ള ഇസ്മായിലും അവിടുത്തെ ഒരു മേഡം ഉണ്ടായിരുന്നു. ആ ഉമ്മ മേഡവും പറഞ്ഞു എന്ത് വെച്ചാലും എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിച്ചു. അവിടെ പോയപ്പോൾ പഠിക്കാൻ ഫീസ് കൊടുക്കാതെ അവിടെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമായി. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കടങ്ങളെല്ലാം വാങ്ങിച്ചു പറക്കി പഠിക്കാൻ വിട്ടു. അങ്ങനെ 4 വർഷം വരെ പഠിക്കുവാൻ അവിടെ ഇടയായി. കടക്കാരൊക്കെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നമ്മൾ നാട്ടിലുള്ള ബാങ്കുകളിലെല്ലാം അന്വേഷിച്ചു. നമുക്ക് ലോൺ കിട്ടാത്ത സാഹചര്യമായി. കാരണം റോഡില്ലാന്നും നല്ല വീടില്ലാന്നും പറഞ്ഞ് അവർ എല്ലാം ഒഴിവാക്കി. എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തില്ല. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് അത്രയും പഠിക്കാൻ വിട്ടു. ആ സ്റ്റഡി വേഡിലുള്ള പഠിക്കാൻ വിട്ട എല്ലാ പിള്ളേർക്കും ഒരു ലോൺ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് വിട്ടത്. എന്നാൽ ആർക്കും ലോൺ കിട്ടാതെ വളരെ വിഷമത്തിലായി. ചില കുട്ടികളെ ഫീസ് കൊടുക്കാത്തതുകൊണ്ട് എക്സ്പെൽ ചെയ്ത് വിടുകയും ചെയ്തു. ഇപ്പോൾ 5ാമത്തെ വർഷം പഠിക്കുന്നു. ഇനി 2 വർഷം കൂടെ ഉണ്ട് പഠിക്കാൻ വേണ്ടി. 5ാമത്തെ വർഷം പഠിക്കാൻ ഫീസ് കൊടുക്കാത്തതുകൊണ്ട് ഇനി 10-ാം തീയതി ജനുവരി 2025 ജനുവരി 10-ാം തീയതി ഫീസ് കൊടുത്തില്ലെങ്കിൽ എക്സാം എഴുതാൻ അനുവദിക്കുകയില്ലെന്ന് വളരെ പ്രയാസത്തിലായിരിക്കുന്നു. 2 പ്രാവശ്യത്തെ ക്ലെയിം ലെറ്റർ കൊടുത്ത് ഇനി 3ാമത്തെ പ്രാവശ്യം ക്ലെയിം ലെറ്റർ കൊടുക്കണമെങ്കിൽ എക്സ്പെൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഇതുകൊണ്ട് വളരെ പ്രയാസമായി. ഇതിനിടയിൽ ഫീസ് കൊടുക്കാൻ പറ്റാതെ വളരെ ഡിപ്രഷനായി വളരെ ഭാരപ്പെട്ടു. ഇപ്പോൾ ഈ 10-ാം തീയതിക്കകത്ത് ഫീസ് കൊടുത്തില്ലെങ്കിൽ എക്സ്പെൽ ചെയ്യും എന്ന് വളരെ ഭീഷണിയായി ഉണ്ട്. അവർ വളരെ സങ്കടത്തോടും മണിക്കൂർ കണക്കിൽ ഭയങ്കര കരച്ചിലായിരിക്കുന്നു. പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് നാട്ടിൽ തിരിച്ച് വരികയില്ല, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തിലായിരിക്കുന്നു. ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഫീസ് കൊടുത്ത് അത്രയും കൂടെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ നാട്ടിൽ വരില്ല, അവിടെ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തോടെ വളരെ ചെയ്യുന്നു. എന്നാൽ ഫുഡിനും വളരെ പ്രയാസപ്പെട്ടു. അവിടെ പോയതിന് ശേഷവും വളരെ പ്രയാസപ്പെട്ടു. ഇപ്പോഴും വളരെ പ്രയാസത്തിലായിരുന്നു. ഇനി 2 വർഷത്തെ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വളരെ കഷ്ടപ്പെടുന്നു. ഒരു വർഷം 3 ലക്ഷം വരെ ഫീസാകും. പിന്നെ ഹോസ്റ്റൽ ഫീസ്, ചിലവ്, യാത്ര ചിലവ്, ഇതെല്ലാം കൂടെ വളരെ ഒരു തുകയാണ്. ഞങ്ങൾക്ക് അത് ഇത്രയും കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റാത്ത വളരെ പ്രയാസത്തിലാണ്. കടം വാങ്ങിച്ചവരും കടം തന്നവർ അവർക്ക് കൊടുക്കാൻ പറ്റാതെ അവർ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിപ്പം ചോദിക്കാൻ ഫീസ് കൊടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നത് കൊണ്ടും നിവൃത്തിയില്ലാത്ത അവസ്ഥ ആയതുകൊണ്ടും
അടുത്ത അവിടെ കിടന്ന് അവൾ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നത് കണ്ട് കാണാൻ വയ്യാതെ എനിക്ക് വളരെ സങ്കടം ഇരിക്കുന്നു. എങ്ങനെയെങ്കിലും ഫീസ് കൊടുത്ത് ആ 10 തീയതിക്കകത്ത് ഫീസ് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് എക്സാം എഴുതാൻ സന്മനസ്സുള്ളവരെ സഹായിക്കണം. ഇത് അവളത് പരീക്ഷ എഴുതി എക്സാം ഫീസ് അവിടെ കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി സന്മനസ്സുള്ളവരൊന്ന് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. പിന്നീട് ഇതുവരെയുള്ള എല്ലാ പരീക്ഷയും അവൾ പാസ്സായി. ഇനി ഈ ഫീസ് കൊടുത്തില്ലെങ്കിൽ എക്സാം എഴുതാൻ വിടുകയില്ല. എഴുതിയില്ലെങ്കിൽ അവൾക്ക് അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള വളരെ സങ്കടത്തിൽ ആയിരിക്കുന്നു. നാട്ടിൽ എക്സ്പെൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയായിട്ടും ഇത് എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ പ്രയാസത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്. സന്മനസ്സുള്ളവരൊന്ന് സഹായിക്കണം. പിരിച്ച് തരികയും ചെയ്യുക. എൻ്റെ അക്കൗണ്ട് നമ്പർ, എൻ്റെ പേര് ഡെൽഫിയ. അക്കൗണ്ട് നമ്പർ 53 62 78 069. 53 62 78 069. IF കോഡ് IDIB 000 P0 22. ഇന്ത്യൻ ബാങ്ക് പാർസൽ എന്നാണ്. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്മനസ്സുള്ളവരൊന്ന് തന്ന് സഹായിക്കണം. ഇതൊന്ന് ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പിന്നീട് ഈ തന്ന പൈസ അവർക്ക് നിങ്ങൾക്ക് തന്നെ തിരിച്ച് തരും. ഇപ്പോൾ ഒന്ന് സഹായിക്കണം. അത്രയ്ക്ക് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത്. ഒന്ന് മനസ്സ് കാണിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു.